റിയ ബേബി തുടരുന്നുണ്ട്. റിയ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ സ്റ്റേജിന്റെ വീതി. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ MLA വീണ ശേഷവും സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു മനുഷ്യത്വപരമായ പ്രവൃത്തി ഉണ്ടായില്ല എന്നുള്ളതാണ്. അവർ വീണ്ടും ആ പരിപാടി തുടരുകയാണ് ചെയ്തത്. കനത്ത വീഴ്ച തന്നെയാണ് ഇതിലൂടെ പ്രകടമാകുന്നതും. ഈ മന്ത്രി പറഞ്ഞതിൽ ചില കണക്കുകളിലും സമയത്തിലും ഒക്കെ ചില തെറ്റുകളുണ്ട്. അത് കൃത്യമായി തന്നെ പറയാം. അതായത് ഉമാ തോമസ് MLA വീണ ശേഷം അവിടെ ഒരു സംഗീത പരിപാടി ആ സ്റ്റേജിൽ നടന്നു. ഈ റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള ഭരതനാട്യ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി ഒരു സംഗീത പരിപാടി ഈ MLAക്കായി ക്രമീകരിച്ച സ്റ്റേജിന് മുകളിൽ തട്ടടിച്ചുണ്ടാക്കിയ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന മുകളിലെ സ്റ്റേജിൽ, ആ അവതാരകൻ നിൽക്കുന്ന ആ സ്റ്റേജിൽ ഒരു സംഗീത പരിപാടി തുടർന്നിരുന്നു. അത് ഗോകുൽ അവതരിപ്പിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അത് ആരാണ് എന്നത് ഓർക്കാൻ കഴിയുന്നില്ല. ആ സംഗീത പരിപാടി നടന്നു. ഈ വീണതിന് ശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞാണ് ഈ തിരികൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒരു 10-15, കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞാണ് ഈ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഉമാ തോമസ് MLA വീണു MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴാണ് ഹൈബിയുടെ MP വേദിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു 9-10 മിനിറ്റ് ആ സംഗീത പരിപാടി വേദിയിൽ നടക്കുന്നുണ്ട്. ഹൈബിയുടനും മന്ത്രി സജി ചെറിയാനും ഒക്കെ ഫോണിൽ വിളിച്ച് ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് വാസ്തവമാണ്. നമ്മളവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ഉടൻ തന്നെ MPയും മന്ത്രിയും, അതായത് മന്ത്രിയുടെ വാഹനത്തിൽ തന്നെ രണ്ടുപേരും ആശുപത്രിയിലേക്ക് പോയി. ഈ അപകടം നടന്ന ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ വേദിയിൽ നിന്ന് ഇറങ്ങി അപകടം നടന്ന സ്ഥലത്ത് എന്ന് നോക്കിയതിനു ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. ADGP S ശ്രീജിത്തും ഉമാ തോമസ് MLA താഴേക്ക് പതിച്ച സ്ഥലത്തെത്തി അവിടെ ഒന്ന് പരിശോധിച്ച ശേഷം, ഔദ്യോഗികമായല്ല, ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആളെന്ന നിലയിലായിരിക്കണം, അപകടം നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് നോക്കിയ ശേഷം ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. ബാക്കിയുള്ളവർ ആ വേദിയിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ സഹിതം. അതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടെലികാസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട് താനും. അതുകൊണ്ട് 8 മിനിറ്റിന് ശേഷം ഞങ്ങൾ പോയി എന്ന മന്ത്രിയുടെ വാദം ശരിയല്ല. പക്ഷേ മന്ത്രി ഫോണിൽ വിളിച്ച് കൃത്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് വാസ്തവം തന്നെയാണ്. ആ വേദിയിൽ നടക്കാൻ പ്രയാസമൊന്നുമില്ല. ഉണ്ടായിരുന്ന കുഴപ്പം ആ റിബൺ കൃത്യമായി ബാരിക്കേഡ് വെച്ചില്ല എന്നതാണ്. ആളുകൾക്ക് സുഖമായി നടന്നു പോകാൻ സാധിക്കുമെന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. മന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി തെറ്റാണ് എന്ന ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. അതായത് ഉമാ തോമസ് MLA നേരെയാണ് നടന്നു പോകുന്നത്. അവരുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ആ കസേരയുടെ മുമ്പിലുള്ള സ്ഥലം, അതിനുശേഷം താഴേക്കുള്ള സ്ഥലത്തിന് മഞ്ഞ കാർപ്പറ്റ് തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. പക്ഷേ ആ സ്റ്റീൽ വെച്ചിരിക്കുന്നത്, അതായത് ക്യൂ മാനേജർ വെച്ചതാണ് ആ സ്റ്റേജിന്റെ അവസാന ഭാഗം. അപ്പോൾ അത് കൃത്യമായി തന്നെ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലൂടെയാണ് ഉമാ തോമസ് MLA നടന്നു പോകുന്നത്. അവരുടെ കാല് വെച്ചതിന് ശേഷം എത്ര സ്ഥലം ആ സ്റ്റേജിന് മുമ്പോട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. സ്റ്റേജിന് മുമ്പിലൂടെ, കസേരയ്ക്ക് മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് കൃത്യമായി നടന്നു പോകാനുള്ള കഷ്ടിച്ച സ്ഥലം മാത്രമേ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ്. അതുകൊണ്ടാണ് മുമ്പിൽ നിന്നിരുന്ന ഇതിന്റെ സംഘാടകരിൽ ഒരാളായ പൂർണിമ പിറകോട്ട് മാറാൻ ഉമാ തോമസ് MLA ഒരു സെക്കൻഡ് കാത്തു നിൽക്കുന്നത്. അവർ ആ കസേരയുടെ ഇടയിലൂടെ പിറകോട്ട് നടന്നതിന് അടുത്ത സെക്കൻഡിൽ ഉമാ തോമസ് MLA മുമ്പോട്ട് നടക്കുന്നു. അവരുടെ കാലൊന്ന് ഇടറുന്നുണ്ട്. അത് പക്ഷെ അവരുടെ തെറ്റായി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സ്റ്റേജിൽ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാലൊന്ന് പതറുമ്പോൾ അവർക്ക് ആ ബാരിക്കേഡിൽ പിടിച്ച് സുഖമായി നിൽക്കാമായിരുന്നു. ഈ കാണുന്ന തരത്തിലുള്ള ഗുരുതരമായ അപകടം അവിടെ സംഭവിക്കില്ലായിരുന്നു. അവർ വീഴുമ്പോൾ പെട്ടെന്ന് ചെരിയുന്നു. അവരുടെ കൈ ആ ക്യൂ മാനേജറുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിലാണല്ലോ ഇത് നടക്കുന്നത്. അവർ ആ ക്യൂ മാനേജർ സഹിതം താഴേക്ക് വന്ന് പതിക്കുന്നു. 14 അടി താഴ്ചയിൽ കോൺക്രീറ്റ് സ്ലാബിന് മുകളിലേക്കാണ് MLA വന്ന് വീണത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഭാഗം കൂടി അവരുടെ ശരീരത്തിൽ വന്ന് വീഴുന്നുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ശ്വാസകോശത്തിനും വാരിയെല്ലിനും ഒക്കെ പരിക്കുണ്ടാവാൻ കാരണമെന്നാണ് പ്രാഥമികമായ ദൃശ്യങ്ങൾ കാണുമ്പോൾ അടക്കം നമുക്ക് മനസ്സിലാകുന്നത്. കമ്മീഷണർ ഉടൻ തന്നെ എണീറ്റ് നോക്കുന്നു. മന്ത്രി തലയിൽ കൈവച്ച് നോക്കുന്നുണ്ട് ഈ അപകടം നടന്നതിനെ കുറിച്ച്. ഈ സംഘാടകരിലായ പൂർണിമ, സിജോയ് വർഗീസ് തൊട്ട് പിന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹമൊക്കെ എങ്ങനെയാണ് ഈ പരിപാടി കഴിയും വരെ ആ സ്റ്റേജിൽ തുടർന്നത് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. സിജോയ് വർഗീസ് ഇതിന്റെ വാർത്താ സമ്മേളനത്തിലടക്കം പങ്കെടുത്ത ആളാണ്. അതായത് ഈ പരിപാടിയുടെ ഒരു രക്ഷാധികാരിയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഈ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ
പങ്കെടുത്ത ആളാണ്. മാധ്യമങ്ങളോട് ഈ പരിപാടിയെ ഔദ്യോഗികമായി ക്ഷണിച്ച ആളാണ്. അപ്പോൾ ഇതിന്റെ സംഘാടന ചുമതലയുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. അദ്ദേഹം ഈ പരിപാടിയിൽ തുടർന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മ തോമസ് എം.എൽ.എ. വീടതിന് ശേഷം അവതാരകൻ ഇതൊന്നും അറിയുന്നത് പോലുമില്ല. ഈ പരിപാടി തുടർന്നു. സംഗീത പരിപാടി തൊട്ടു മുകളിലെ സ്റ്റേജിൽ അരങ്ങേറി. അതിനുശേഷമാണ് നിലവിളക്ക് കൊടുത്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി സജി ചെറിയാൻ, ഹൈബിയുടെ എം പി, GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ള, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ കുറച്ചാളുകൾ കൂടിയുണ്ട്. അവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മന്ത്രിയും ഹൈബിയുടെ എം പിയും ആശുപത്രിയിലേക്ക് പോയി. പിന്നീട് 8 മിനിറ്റ് നീണ്ട ഗിന്നസ് റെക്കോർഡിനു വേണ്ടിയുള്ള ഭരതനാട്യം പരിപാടി അരങ്ങേറുന്നു. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നു. അതിനുശേഷവും പാരീസ് ലക്ഷ്മിയുടെ നൃത്താവിഷ്കാരം ആ വേദിയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പരിപാടിയുടെ വിജയത്തെക്കുറിച്ച് സംഘാടകർ സംസാരിക്കുന്നു. ദിവ്യ ഉണ്ണിയെയും മറ്റു അതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഗിന്നസ് റെക്കോർഡ് നേടിയതിനെ കുറിച്ച് പറയുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഒരു സർട്ടിഫിക്കറ്റ് ഷമീറിന്റെയും നികേഷ് കുമാറിന്റെയും പേരിൽ ലഭിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയെന്ന സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു. അത് ശരി, ഞാൻ റിയയിലേക്ക് തിരികെ എത്താം.